വെൽക്കം ഗൈസ്, ഞാൻ ഓൺ വീൽസ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ സബ്സ്ക്രൈബായ കൂട്ടുകാർക്കും എൻ്റെ ഷോർട്സ് കാണുന്ന കൂട്ടുകാർക്കും ചില ഡൗട്ടുകൾ കാണും. ഞാൻ ഈ കാറ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന്. ഞാൻ മെറ്റലും പിന്നെ കാറിന് ഉപയോഗിക്കുന്ന പുട്ടിയും ഉപയോഗിച്ചാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മെറ്റൽ ഷേപ്പ് ചെയ്ത് അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ടാണ് വരച്ചെടുത്ത് കട്ട് ചെയ്ത് പുട്ടിയിൽ ഷേപ്പ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ഷീറ്റിലാണ്. അതുപോലെ തന്നെ ഈ ബോഡിയും ചെയ്തിരിക്കുന്നത് മെറ്റൽ ഷീറ്റിലാണ്. ഈ കൈ പിടിച്ചിരിക്കുന്ന മെറ്റൽ ഷീറ്റ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിക്കിയാണ്. ഇതിൻ്റെ അകത്തൊരു ഹോൾ ഇട്ടേക്കണ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് നല്ല ഷേപ്പും അത് പ്ലെയറും കൊണ്ടൊക്കെ പിടിച്ച് നല്ല ഷേപ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ബോണറ്റാണ്. ഇതും ഈ പ്ലെയറും കൊണ്ട് സൈഡൊക്കെ അടിച്ച് ഇങ്ങനെ വളച്ചൊക്കെ ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഉരച്ച് അതിൻ്റെ ഷേപ്പൊക്കെ വരുത്തി കട്ടിംഗ് ബ്ലേഡ്, ഈ ഷീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കട്ടിംഗ് ബ്ലേഡില്ലേ, അത് വെച്ചാണ് ഞാൻ ഈ ഷീറ്റൊക്കെ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കയ്യിൽ എടുത്ത് കാണിക്കുന്നതാണ് സ്പോയിലർ. അതിൻ്റെ സൈഡൊക്കെ വളച്ച് പ്ലെയർ കൊണ്ട് വളച്ച് ഡ്രിൽ മെഷീൻ കൊണ്ട് ഹോളൊക്കെ ഇട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഞാൻ 2 പീസ് മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും 2 പീസ് മെറ്റൽ ഷീറ്റും ഉണ്ട്. പിന്നെ ഈ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ ഞാൻ ഉള്ളിയും കൊണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയാണ് ശരിയാക്കിയിരിക്കുന്നത്. എന്നിട്ട് സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് അങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയെടുത്തത്. പിന്നെ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രിൽ മെഷീൻ്റെ ഒരു ഹോളിട്ട് പ്ലെയറും കൊണ്ട് വളച്ചിട്ട് ഒരു സ്ക്രൂ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സ്ക്രൂ അല്ല, നെട്ടും ബോൾട്ടുമാണ് അതിന് ഉപയോഗിക്കുന്നത്. നെട്ടും ബോൾട്ട് എന്ന് വെച്ചാൽ ഈ പഴയ കാലത്തെ സ്വിച്ച് ബോർഡിൽ ഉപയോഗിക്കുന്ന നെട്ടും ബോൾട്ടില്ലേ, ചെറിയ നെറ്റ് ബോൾട്ട്, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലെ ബമ്പറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മൾട്ടിവുഡ് പ്ലാസ്റ്റർ പാരീസ് അങ്ങനെ പറയുന്ന ഒരു ഫ്രെയിമില്ലേ, അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പേപ്പറിൽ അതിൻ്റെ പടമൊക്കെ വരച്ച് കട്ട് ചെയ്ത് ഷേപ്പൊക്കെ വരുത്തി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാറിന് ഉപയോഗിക്കണ പുട്ടി ഇൻസീലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കിൽ ബമ്പറും അതുപോലെയൊക്കെ തന്നെയാണ്. ഈ മൾട്ടിവുഡ് പ്ലാസ്റ്റർ പാരീസ് എന്ന് പറയുന്ന ഷീറ്റൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാറിന് ഉപയോഗിക്കുന്ന പുട്ടിയാണ്. ഷേപ്പൊക്കെ വരുത്താനും പിന്നെ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല ഷേപ്പൊക്കെ വരുത്തി അതിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ബോണറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അതിന് ക്ലാമ്പ് പിടിപ്പിച്ചിട്ടില്ല. അത് ക്ലാമ്പ് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ ഐഡിയ വരുന്നേ ഉള്ളൂ. മനസ്സിലൊരാഗ്രഹമുണ്ട് ബോണറ്റിങ്ങനെ പൊക്കാവുന്ന രീതിയിലാക്കണമെന്ന്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ലാഗാക്കുന്നില്ല. നമുക്കിനി അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക.